കോഴിക്കോട് മുക്കത്ത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ബൈക്ക് യാത്രികന് ഷോക്കേറ്റു. ഒഴിവായത് വൻ ദുരന്തം. തിരുവമ്പാടി കോടഞ്ചേരി തമ്പലമണ്ണയിൽ വെച്ചാണ് അപകടം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, എങ്ങനെയാണ് ഈ വൈദ്യുതി കമ്പി പൊട്ടി വീഴുന്നത്? ഈ പരിക്കേറ്റ ആളുടെ നില ഗുരുതരമാണോ? അതുല്യ, ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് ഈ ഒരു അപകടം തിരുവമ്പാടിയിൽ വെച്ച് ഉണ്ടാകുന്നത്. ഈ ദമ്പതികൾ ജോലി കഴിഞ്ഞ് മുക്കം ദിയാഗോഡിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഈ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൻ്റെ ഒരു കാരണം നാട്ടുകാർ പറയുന്നത്, ഈ അപകടം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ, അരമണിക്കൂർ മുന്നേ ഒരു വലിയൊരു ലോറി പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലോറിയിൽ തട്ടി ഒരു പക്ഷേ ഈ വൈദ്യുതി ലൈൻ കമ്പി പൊട്ടി വീഴാനാണ് സാധ്യത എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദമ്പതികൾ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു വഴിയാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വൈദ്യുതി ലൈൻ പൊട്ടിയത് രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ ഒന്നും തന്നെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോറി വന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വൈദ്യുതി ലൈൻ പൊട്ടിയത് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് നാട്ടുകാരടക്കമുള്ളത്. ഏതായാലും ഇപ്പോൾ KCB ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തി ഈ ലൈൻ പൊട്ടി വീണ ലൈൻ കമ്പി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സാബുവിൻ്റെ പരിക്ക്, കൈക്കാണ് ഷോക്കേറ്റത്. സാബുവും അതുപോലെ തന്നെ ഭാര്യയും ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ട്. സാബുവിൻ്റെ പരിക്ക് ഗുരുതരമല്ല. ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ KCB ഉദ്യോഗസ്ഥരടക്കം വന്ന് ഇപ്പോൾ ഈ ലൈൻ കമ്പികളെല്ലാം മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അതുല്യ, അഭിന, നിലവിൽ എന്തെങ്കിലും നിയമ നടപടികളിലേക്കോ മറ്റോ കുടുംബം കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇത്തരത്തിൽ ഈ പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പിനോ അതുപോലെ തന്നെ അനസ്ഥയ്ക്കോ മറ്റോ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടോ? കൃത്യമായൊരു നിഗമനത്തിൽ ആരും തന്നെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. കാരണം ഇതൊരു നിഗമനത്തിൻ്റെ പുറത്ത് മാത്രമാണ്. കാരണം ഈ ഒരു വാഹനം വലിയൊരു വാഹനം, ലോറിയാണെന്നാണ് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള വാഹനമാണ് അവിടെ വന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ കമ്പി പൊട്ടി വീണത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു അറിവ് ആരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏകദേശം ഒരു നിഗമനത്തിൽ മാത്രമാണ് നാട്ടുകാരുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ വൈദ്യുതി ലൈൻ എങ്ങനെയാണ് പൊട്ടി വീണത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തി ഇതിനുശേഷം മാത്രമേ ഒരു തീരുമാനം ഉണ്ടാകൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുടുംബം മറ്റ് നിയമ നടപടികളൊന്നും തന്നെ ഇപ്പോൾ നിലവിൽ സ്വീകരിച്ചിട്ടില്ല. ഈ കുടുംബത്തോട് ഇക്കാര്യവുമായി ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ നിലവിൽ അവർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തുടർന്ന് ഇതുമായി എന്തെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ഇത് ആരുടെങ്കിലും അനാസ്ഥ കാരണമാണോ എന്നുള്ളതടക്കം അന്വേഷിച്ചതിന് ശേഷം മാത്രമേ മറ്റ് നടപടികളിലൊക്കെ സ്വീകരിക്കൂ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു വൈദ്യുതി ലൈൻ എങ്ങനെയാണ് പൊട്ടി വീണത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു തീരുമാനം വന്നതിന് ശേഷം മാത്രമേ മറ്റു നടപടികൾ എടുക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പ്രദേശത്ത് ഇപ്പോൾ ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ തന്നെ ഈ ഒരു ചിലയിടങ്ങളിലെല്ലാം വൈദ്യുതി പൂർണ്ണമായും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി പൊട്ടി വീണ ലൈൻ കമ്പി മാറ്റി പുതിയത് സ്ഥാപിക്കാനുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുല്യ.